ഇൻ ദ ലോസ് ലാൻഡ്സ്. ഈ സിനിമ ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് കാണേണ്ടത്. സിനിമയെ പറ്റിയിട്ട് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു. വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു സിനിമയുടെ ഇത് കണ്ടു. അപ്പൊ പിന്നെ ഇത് കണ്ടേക്കാം, ഇനിയിപ്പം ഈ ഒരു സിനിമ കാണാം, കുറച്ച് ഫാന്റസി ഉള്ള സിനിമയാണെന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച് ബാറ്റിസ്റ്റ ലീഡിങ് റോൾ ചെയ്യുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി കണ്ടതാണ്. തേച്ചൊട്ടിച്ച് വന്നു കേട്ടോ. ഇജാതി വെറുപ്പീരൊരു സിനിമ. വെറുപ്പീരെന്നൊക്കെ പറഞ്ഞാൽ വമ്പം വെറുപ്പീര്. കുറെ അധികം സിനിമകളുടെ റെഫറൻസ് എടുത്തിട്ടാണ് ഇവർ ഇതിന്റെ ഈ ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, സെറ്റൊക്കെ ഇട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് ഡ്യൂണിലെ ആ ഒരു റവറൻ മദറിന്റെ ആ ഒരു സെയിം ക്യാരക്ടർ റെഫറൻസ് ഉള്ള ഒരു വിച്ചുണ്ട്. അതാണ് ലീഡിങ് റോൾ ചെയ്യുന്ന നായിക എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിനകത്തൊരു ഹണ്ടർ ഉണ്ട്, പിന്നെ ഒരു ഷേപ്പ് ഷിഫ്റ്റർ ബെയർ വൂൾഫ് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ വലിയൊരു കിങ്ഡം, ഒരു ഭയങ്കര വില്ലനെ കാണിക്കുന്നത് ഇവര് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ പറയുന്ന ഒരു വലിയ കോൾമൈനിനകത്താണ് ഈ വലിയ കിങ്ഡം കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് ആണ് ഇവർ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആയി, എന്താണ് ആ വേൾഡിൽ സംഭവിച്ചതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. തുടങ്ങുമ്പോഴേ ഈ ഒരു വിച്ചിനെ കാണിച്ചുകൊണ്ട് വിച്ച് റാഫ്റ്റെ കാണിച്ചിട്ടൊക്കെയാണ് തുടങ്ങുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന നമ്മളുടെ ഒറിജിനൽ എർത്ത് അല്ലെങ്കിൽ വേൾഡിൽ എന്ത് സംഭവിച്ചു എന്നൊന്നും ഇവർ പറയുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നു. പിന്നെ ഇവരൊരു ഈ വിച്ചും ഈ ഹണ്ടറും കൂടെ ഒരു ഷേപ്പ് ഷിഫ്റ്ററെ പിടിക്കാനായിട്ട് പോകുന്നതും ഈ വില്ലന്മാർ ഇവരെ ചേസ് ചെയ്യുന്നു. ഈ സെയിം ചാനലിൽ നിന്ന് തന്നെ നമ്മൾ 100 വട്ടം ഈ സാധനം കണ്ടിട്ടുണ്ട്. ഒരു മാറ്റമില്ല, അത് തന്നെ പണ്ടത്തെ ബോംബ് കഥ തന്നെ, അതിനൊരു മാറ്റമില്ല. ആ സെയിം സാധനം വീണ്ടും കാണിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് കണക്റ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. സ്റ്റോറിയുമായിട്ട് ഒരു തരത്തിൽ കണക്റ്റ് ആയി പോവില്ല. ഈവൻ ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ ഇതായിരുന്നു ക്ലൈമാക്സ്, ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് എന്നൊരു ഫീലിംഗ് കൂടുതൽ എനിക്കൊന്നും തോന്നിയില്ല. വമ്പൻ തോൽവി ഒരു സിനിമ.